രാവിലെ തൊട്ട് മീൻകാരനെ നോക്കിയിരിക്കുക. ആരെങ്കിലും വരുവോ ആവോ. മഴ കാരണം ഇന്ന് മാർക്കറ്റിലും പോകാൻ പറ്റില്ല. ഇതുവരെയായിട്ടും കറിക്കൊന്നും കിട്ടിയിട്ടില്ല. അവിടെ എന്തൊരു പൂവ് കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. മീനും കൊണ്ട് ഒരാൾ വരുന്നുണ്ട്. വേഗം ചെല്ലട്ടെ. ഞാൻ ഇവിടുന്ന് ഓടിയെത്തപ്പോഴേക്കും അങ്ങേരെ ഓടി. ഫ്രഷ് പെട്ടപടക്കണ മീൻ. കൂട്ടുമീൻ അല്ല, നത്തോലിയല്ല, ഇത് വെള്ളക്കൊഴുമീൻ. ഇത് മിക്സ് ആയിട്ടുള്ള എടുത്താ മതി. പെടപടക്കണ മീനാണ്. പെടപടക്കണ മീൻ, കപ്പിടിച്ച മീൻ. ഇത് വേണ്ട, 2 കറി വെക്കാനുള്ള മീനുണ്ട്. 2 കറി വെക്കാനുള്ള. അത് ഒരേന്നേ ഉള്ളി വെച്ച്. അത് നല്ല മുള്ളൻ. അതിന്റെ വലുത് നല്ല 100 രൂപ. 100 മതിയാ? ഓക്കെ ഓക്കെ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതേ കുറച്ച് കൂട്ടുമീനാണ്. എല്ലാ ടൈപ്പ് മീനുണ്ട്. എല്ലാം കൂടെ മിക്സ് ആണ് കിട്ടിയത്. മഴയൊക്കെ ഏത് കാരണം ഇന്ന് മാർക്കറ്റിലൊന്നും പോകാൻ പറ്റില്ല. ഇതുകൊണ്ട് നമുക്കൊന്ന് നത്തോലി കൊണ്ട് പീരയും പറ്റിക്കാം. കൂട്ടുമീനെല്ലാം കൊണ്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. കൂട്ടുമീൻ എന്ന് പറയുമ്പോൾ എല്ലാ തരം മീനും ഉണ്ട്. കോലാനുണ്ട്, കോക്കാലിച്ചാളയുണ്ട്, അങ്ങനെ എല്ലാം കൂടെ മിക്സാണ്. നമുക്കിതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അതെ, നത്തോലി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണിയാണ്. നല്ല നെയ്യുള്ള നത്തോലിയാണ്. എല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തിട്ട് ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് കഴുകി ഇതിന്റെ ഉളുമ്പൊക്കെ കളഞ്ഞെടുക്കാം. കൂട്ടുമീനെല്ലാം കൂടി നമുക്കൊന്ന് വരഞ്ഞ് മസാലയൊക്കെ പുരട്ടി മാറ്റി വയ്ക്കാം. ഇത് മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നത്തോലി പീര വറ്റിച്ചു തരാം. ഇത് വരഞ്ഞിട്ട് ഒന്നുകൂടി കഴുകണം. വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കുവാണ്. ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ടു, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഇവനെല്ലാം കൂടെ തിരിഞ്ഞെടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് കുറച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നത്തോലി പീര വറ്റിച്ചിട്ട് വരാം. നത്തോലി പീര വറ്റിക്കാനുള്ള നത്തോലി ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകളെല്ലാം നമുക്കൊന്ന് ചേർത്ത് വറ്റിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുക്കുവാണ്. ലേശം മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 കഷ്ണം പുളി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മുടെ നത്തോലി ഇവിടെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഇത് വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ ഉള്ളൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കും. പീര വറ്റിക്കുന്നതിന് ആവശ്യമായ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കറിവേപ്പില,
കുറച്ച് കുരുമുളക്, 2 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, ലേശം മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. നല്ലപോലെ വെന്ത നത്തോലി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. കറിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറ്റൽമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. കടുക് വേണമെങ്കിൽ ഇടാം, ഞാൻ കടുക് ഇടാറില്ല പീര വയ്ക്കുന്നത് വരെ. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ പീര അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി ഒരു ലേശം ഉപ്പ് കൂടെ ചേർക്കാം. ഇളക്കിയെടുക്കാം. ഈ പീരയിൽ വെള്ളം വറ്റണം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നത്തോലി ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നത്തോലി പീര വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. വറുക്കാനായി മസാല പുരട്ടി വെച്ചിരുന്ന മീൻ ഇവിടെ നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്ക് ആ പാനിലേക്ക് ഈ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നത്തോലി പീര വെച്ചതും കൂട്ടുമീൻ വറുത്തതും കൂട്ടി ഒരു അടിപൊളി ചാപ്പാടാണ്. മീനൊന്ന് വറുത്ത് വരട്ടെ. നമ്മുടെ ചോറ് അടിപൊളി കൂട്ടുമീൻ ഫ്രൈ. നോക്കിയേ, പിന്നെ നമ്മുടെ നത്തോലി പീര വറ്റിച്ചത്, അതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ ഇട്ട് എല്ലാം കൂടെ ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. സൂപ്പറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.